ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യഘട്ട താക്കോൽ കൈമാറി. പദ്ധതിയിലെ 178 കുടുംബങ്ങളിൽ 7 കുടുംബങ്ങൾക്കാണ് താക്കോൽ നൽകിയത്. എന്നാൽ എല്ലാവർക്കും വീട് ലഭിച്ച ശേഷം ഒന്നിച്ചു മാത്രമേ താമസം തുടങ്ങൂ എന്ന നിലപാടിലാണ് ദുരന്തബാധിതർ. എല്ലാ വീടുകളുടെയും നിർമ്മാണം അടുത്ത 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് ഊരാളുങ്കൽ COO അരുൺ ബാബു അറിയിച്ചു. നിലവിൽ 56 വീടുകളുടെ കിഫ്കോൺ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ളവ കൂടി പരിശോധിച്ച ശേഷം ക്ലസ്റ്ററുകളായി വീടുകൾ കൈമാറും. അല്ലാതെ ഞങ്ങൾ 4-5 ആൾക്കാരെ 10 ആൾക്കാരെ കൂടാൻ തീരുമാനിക്കുന്നില്ല. 178 ആളും ഒന്നിച്ച് കൂടണമെന്നാണ് ഞങ്ങളാഗ്രഹം. ഈ ക്ലസ്റ്ററിലുള്ള 7 വീടുണ്ടല്ലോ, ഇവരെയാണ് മൊത്തത്തിൽ ഇന്ന് വിളിച്ചത് മീറ്റിംഗ്. ഇനി ഈ അടുത്ത ക്ലസ്റ്റർ വിളിക്കും. അങ്ങനെ ഈ ഒരാഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിൽ വിളിച്ച് മൊത്തത്തിൽ ചാവി കൊടുക്കും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 7 പേർക്കാണ് ചാവി തന്നിട്ടുള്ളത്. ഇനി നാളെ വേണമെങ്കിലും ഞങ്ങൾക്ക് താമസിക്കാം. വീടെല്ലാം കണ്ട് തൃപ്തനാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പാളിച്ചകളെല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ടച്ചപ്പ് അത് ഇതൊന്നല്ല, ചെറിയ ചെറിയ വിഷയങ്ങളുള്ളൂ. അതും ഞങ്ങൾ കൂടുന്നതിന് മുമ്പ് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നാളെ വന്ന് ഇപ്പോൾ ഇന്നും ആണെങ്കിലും വന്ന് താമസിക്കാം. ഈ ക്ലസ്റ്ററിൽ 7 വീട്ടിൽ ഇന്ന് തുടങ്ങി ഞങ്ങൾക്ക് താമസിക്കാം. എന്തായാലും കേരളത്തിലെ ജനങ്ങളോടും കേരള സർക്കാരിനോടും ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 178 വരെ ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ എല്ലാ രീതിയിലും നമുക്ക് അവർക്ക് ഇവിടെ ഒരു അവയർനെസ് ക്ലാസ് പോലെ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ട കാര്യങ്ങളും ഇവിടുത്തെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അവരെ ഒന്ന് പരിചയപ്പെടാൻ പോലുള്ള സാഹചര്യം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓരോ ക്ലസ്റ്റർ രീതിയിൽ സ്വാഭാവികമായിട്ടും 178 പേരുണ്ടെങ്കിലും ഓരോ വീട്ടുകാരുടെയും അവരുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ക്ലസ്റ്ററിലെ ആളുകളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ മൂന്നാമത്തെ സോണിലെ A ക്ലസ്റ്ററിൽ 7 കുടുംബങ്ങളെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇതേപോലെ നാളെയും മറ്റന്നാളുമായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസങ്ങളായിട്ട് ആക്ച്വലി നമ്മളും അവരുടെ കുടുംബം പോലെ ഞങ്ങൾ ഇനി ഒരു 5 വർഷം അവരുടെ കൂടെ ഇവിടെ യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ്. അവർക്ക് ഞങ്ങളെയും മനസ്സിലാക്കേണ്ടതാണ്. സോ ഇന്നാണ് അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ വ്യക്തികളെയും നമുക്ക് ഇന്ത്യയിലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർക്കിപ്പം എൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള ഇവിടുത്തെ ആളുകളൊക്കെ പേരുകൾ അവർക്കും വിളിക്കാനും നമ്മളെ മനസ്സിലാക്കാനൊക്കെ അവർക്കൊരു അവസരം കിട്ടി. മറ്റേതാകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് അവർ ഭയങ്കര ഹാപ്പിയാണ്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഈ 3 ദിവസത്തിനുള്ളിൽ എത്ര വീടുകളുടെ താക്കോൽ കൈമാറാൻ സാധിക്കും? എത്ര ആളുകൾക്ക് അവിടെ കയറി താമസിക്കാൻ കഴിയുമെന്നാണ് ഊരാളുങ്കൽ വ്യക്തമാക്കുന്നത്? മാധു, ഏതായാലും ദുരന്തബാധിതരുടെ ആശങ്കകൾ വഴിമാറുകയാണ്. നേരത്തെ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൗൺഷിപ്പിൽപ്പെട്ട 7 വീടുകളിലെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ താക്കോൽ ദാനം നൽകിയിരിക്കുന്നത്. ഏതായാലും ബാക്കിയുള്ള വീടുകൾ അല്പ ദിവസങ്ങൾക്കൊക്കെ തന്നെ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കിഫ്കോണിന്റെ പരിശോധന 56 വീടുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതും അടുത്ത ദിവസങ്ങളായി നൽകാൻ കഴിയും. ഏതാണ്ട് 3-4 ആഴ്ചകൾക്കകം തന്നെ ഈ 178 വീടുകളിലും പരിശോധന പൂർത്തിയാക്കുകയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് കൈമാറാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ CEO വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ 7 വീടുകളാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിൽ വീടുകൾ ലഭിച്ചിരുന്ന ആളുകൾ ഒന്നായിട്ട് മാത്രമേ ഈ വീടുകളിൽ താമസം ആരംഭിക്കൂ എന്ന് അവർ പറയുന്നു. അതായത് 7 വീട്ടുകാർ മാത്രമായി താമസിക്കില്ല, ഓരോ ക്ലസ്റ്ററുകൾ വീതമായിരിക്കും ഇതിങ്ങനെ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഊരാളുങ്കൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ 2-3 ദിവസം കൂടുമ്പോൾ ഇത്തരത്തിൽ ഓരോ ക്ലസ്റ്ററുകളിലെ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറും. അതോടുകൂടി 3-4 ആഴ്ചകൾ കൊണ്ട് തന്നെ പൂർണ്ണമായും വീടുകൾ കൈമാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ കിഫ്കോൺ പരിശോധന പൂർത്തിയാക്കി 56 വീടുകളാണുള്ളത്. അവർ നിർദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ വീടുകളും അല്പ ദിവസങ്ങൾക്ക് തന്നെ കൈമാറുമെന്നാണ് ഇപ്പോൾ ഊരാളുങ്കൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള വീടുകളുടെ താക്കോൽദാനം, ആദ്യത്തെ ക്ലസ്റ്ററിലെ 7 വീടുകളുടെ താക്കോൽദാനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കിഫ്കോൺ പരിശോധന കൂടി കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ 178 വീടുകളും കൈമാറാൻ കഴിയും, താമസയോഗ്യമായ നിലയിൽ കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ.